കൃഷി എന്ന് പറയുന്നത് ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ്. നെല്ലിയാമ്പതി മലയുടെ നേരെ താഴെയാണത്. ഭയങ്കര ഒരു വൈബാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലേ. ഈ ചെറിയ ചെടീനെ നമ്മളെങ്ങനെ പല സ്റ്റേജുകളിലൂടെ വളരെ വലിയ ഒരു ചെടിയാക്കി നല്ലപോലെ ഫ്ലവറുള്ള ഒരു ചെടിയാക്കി മാറ്റണമെന്ന് നോക്കാം. മണ്ണ്, ഉമി, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് നിറഞ്ഞിട്ടുള്ള മിക്സാണ് നമ്മൾ ഓരോ ചെടിച്ചട്ടികളിലും നിറച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന വളം. ഈ ഫ്ലവർ ഉണ്ടാവാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇത് ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ ഫ്ലവർ മുഴുവൻ ഈ ഒരു വളത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ളതാണ്. ഈ പൂക്കളുണ്ടല്ലോ, ഹാപ്പിയല്ലേ? ഓക്കെ. കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത അത്രയും വെറൈറ്റി ബോഗൺവില്ലയുടെ കളക്ഷൻസ്. അതാണ് ഈ ഒരു നേഴ്സറിയുടെ പ്രത്യേകത. നേഴ്സറിയുടെ പേരാണ് രസകരം, കടലാസ് പൂ. ഇത് കണ്ടില്ലേ, ഈ ഒരു നേഴ്സറിയിൽ വന്ന ആരും ചെടികൾ വാങ്ങാതെ മടങ്ങി പോകാറില്ല. അത്രത്തോളം കളക്ഷൻ ഉണ്ട്, അത്രത്തോളം വെറൈറ്റികളാണ് ഈ നേഴ്സറിയിൽ ഇവർ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. ഏകദേശം 3 ഏക്കറിലാണ് ഈ ബോഗൺവില്ല മാത്രം ഈ നേഴ്സറിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് നോക്കി, അത്രത്തോളം കളക്ഷനും. പിന്നെ കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലകളിലാണ് ഈ ബോഗൺവില്ല എല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. 100 രൂപ മുതലാണ് ഇവിടുത്തെ ബോഗൺവില്ലകളുടെ വെറൈറ്റികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 100 രൂപ മുതൽ തുടങ്ങി നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകൾ വരെ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബോഗൺവില്ല വാങ്ങാനും കൂടാതെ ബോഗൺവില്ല പരിചരിക്കുന്ന രീതികൾ എല്ലാം വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് സിമ്പിൾ അല്ല, പവർഫുള്ളാണ്. കാരണം 3 ഏക്കറിൽ ബോഗൺവില്ല കൃഷി ചെയ്യുന്ന മാമാണ് നമ്മുടെ കൂടെ ഇന്ന് വീഡിയോ ചേരുന്നത്. നിങ്ങൾക്ക് ബോഗൺവില്ല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കൂടാതെ ബോഗൺവില്ലകൾ കേരളത്തിൽ ഒരിടത്തും കിട്ടാത്ത കളക്ഷനാണ് ഈ ഒരു നേഴ്സറിയിലുള്ളത്. അത് നിങ്ങൾക്ക് വാങ്ങാം. ടിപ്പുകൾ, ഇതിൻ്റെ ഒരുപാട് ടിപ്പുകൾ മാമിന് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് മാമിനെ ഒന്ന് പരിചയപ്പെടാം. മാം നമസ്കാരം. നമ്മുടെ ഈ ഒരു നേഴ്സറിയെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, പേര്, ലൊക്കേഷൻ. ഈ നഴ്സറിയുടെ പേര് കടലാസ് പൂ എന്നാണ്. കടലാസ് പൂ, പേരിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതെ, കാരണം ഇതിനകത്ത് കടലാസ് പൂക്കൾ മാത്രമേ ഉള്ളൂ. ബോഗൺവില്ല മാത്രമേ ചെയ്യുന്നുള്ളൂ, സെയിൽ ചെയ്യുന്നുള്ളൂ. അത് മാത്രമായിട്ട് തന്നെ തുടങ്ങിയ നഴ്സറിയാണത്. അതാണ് ആ പേരും കടലാസ് പൂ എന്ന് തന്നെ വെച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തായിട്ടാണ് വരുന്നത്. പാറന്നൂർ എന്നാണ് എക്സാക്ട് സ്ഥലത്തിൻ്റെ പേര്. ഇത് ഇവിടെ പാറന്നൂരിലുള്ള നയാര പെട്രോൾ പമ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഈ ലൊക്കേഷൻ ഇരിക്കുന്നത്. പമ്പിന് ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കേ, അതാണ് നമ്മുടെ നേഴ്സറി വരുന്നത്. അതെ അല്ലേ? നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതെ. എത്ര നാളായിട്ടുണ്ടാവും? നമ്മൾ ജാനുവരി 1 ഓപ്പൺ ചെയ്തത്. ഒക്ടോബർ തൊട്ട് നമ്മളുടെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 1 തൊട്ട് നമ്മൾ ഫങ്ഷനിങ് ആക്കി. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, എത്ര വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ പറ്റുമോ? വെറൈറ്റി 100-ന് എബോവ് ആണ്. 150-ന് അടുത്ത് വെറൈറ്റികൾ ഇതിനകത്തുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ചേഞ്ചസ് വളരെ മൈന്യൂട്ടാണ്. ഒരു വെറൈറ്റിയിൽ തന്നെ ഒരു കളറിൽ തന്നെ പല വെറൈറ്റി, പല ഇതുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഈ ഷേപ്പ് ആയിരിക്കും ഫ്ലവർ, അതിൻ്റെ കളറിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് വന്ന് ഒരുപാട് വെറൈറ്റി ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ മാം, ഇവിടെ വന്ന് ആരും പ്ലാന്റ്സ് വാങ്ങാതെ പോവില്ല. ആ രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലകൾ തന്നെയാണോ? അതെ, 100 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ പോട്ട് 100-ലാണ് വരുന്നത് അല്ലേ? അത് മുതലാണ് നമ്മുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മുതൽ നമുക്ക് വലിയ പ്ലാന്റ്സ് ഈ ബുഷായിട്ടൊക്കെ നിൽക്കുന്നത് ആൾക്കാർ ചോദിക്കാറില്ലേ? അതൊക്കെ സെയിലിനല്ലേ? അതിൽ കുറച്ച് മദർ പ്ലാന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം സെയിലിനുള്ളതാണ്. ബാക്കിയെല്ലാം സെയിലിനാണ്. 100 to 1000 സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ വലിയ മദർ പ്ലാന്റ്സ് ഞങ്ങളുടേതാണ്. പിന്നെ ചിലർ വളരെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട് അല്ലേ? നമ്മളങ്ങനെ തീരെ ഒന്നും പിടിച്ചു വെക്കാറില്ല അല്ലേ? പോകുമ്പോൾ വിഷമാ, എന്നാലും കൊടുക്കേണ്ടി വരാറുണ്ട്. മാം ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാല് പ്രവാസികളാണ് അല്ലേ? മാം അതിനെ കുറിച്ച് പറയാമോ? ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, നാട്ടിലേക്ക് വന്നത്, അങ്ങനെ? ഞങ്ങള് ഹസ്ബൻഡ് ഒരു 18 വർഷത്തോളം അബ്രോഡായിരുന്നു. ഞങ്ങളൊരു 11 വർഷത്തോളം ഒമാനിലായിരുന്നു. ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നത്, കിൻഡർ ഗാർഡൻ ടീച്ചറായിരുന്നു. മക്കളെല്ലാം അവിടെ തന്നെയായിരുന്നു 12th വരെ പഠിച്ചത്. മക്കളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷനൊക്കെ ആയപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് സെറ്റിൽ ചെയ്തു. 5 വർഷം മുമ്പ് ഞാനും മക്കളും കൂടെ സെറ്റിൽ ചെയ്തു. ഹസ്ബൻഡ് 2 വർഷമായുള്ളൂ നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്തിട്ട്.
ഓക്കെ, അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബിസിനസ് അല്ലേ? വന്നതിന് ശേഷം നമ്മൾക്ക് ഈ പ്ലോട്ട് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് പ്ലോട്ടുകളുണ്ട്. അപ്പം ടോട്ടൽ എത്ര ഏരിയ ഉണ്ട്? ഇത് 7 acres ഉണ്ട്. അതിൽ ലാൻഡ് ആയിട്ടുള്ളത് 3.5 അത്ര വരും. മറ്റേത് വയൽ തന്നെയാണ്. ഇതിന് ചുറ്റും കാണുന്ന വയൽ നമ്മൾ 3 ഏക്കറിലാണ് നമ്മൾ ബോഗൻവില്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഫ്രണ്ടിൽ നഴ്സറിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പുറകിലോട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ? ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇത് നല്ലൊരു ലൊക്കേഷൻ ആണല്ലേ അല്ലേ? ആരും ശ്രദ്ധിക്കും. ഒന്ന്, ഇത് പ്ലാന്റ്സിന് എന്തായാലും ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പേരും കടലാസ് പൂ എന്നുള്ള പേര് ഒത്തിരി പേര് കമന്റ് ചെയ്തതാണ്. ഒരുപാട് പേര് ചോദിച്ചതാണല്ലേ ഈ ഒരു പേരിനെ കുറിച്ച്. മാം, ഒരുപാട് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ബോഗൻവില്ല? അത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഞങ്ങളിങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ട്രാവലിംഗ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാവലിംഗ് മിക്കവാറും ഈ ചെടികളെ കുറിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചെടികൾ. അപ്പോൾ ഓരോന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു 100-300-ലധികം വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഒന്നുകിൽ നന കൂടിയിട്ട് അല്ലെങ്കിൽ നന കുറഞ്ഞിട്ട് ഈ ചെടികളൊക്കെ പോവും, പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു യാത്രയിൽ കുറച്ച് കടലാസ് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊരു കളക്ഷൻ ഉണ്ടാക്കി. അപ്പം ആ ചെടികൾ നമ്മളൊരു 10-15 ദിവസം യാത്ര കഴിഞ്ഞ് വന്നാലും വാടും. പക്ഷെ അവർ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് അവരെ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു പഴയ പോലെ വരും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലൈഫുമായിട്ട് ചേർന്ന് പോവാൻ പറ്റിയ ചെടി ഇതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം പ്ലാന്റ്സ് വീട്ടിൽ കളക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അത് കറക്റ്റാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സ്ഥലത്തിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ റെഡിയാക്കി ബോഗൻവില്ല എന്ന് പറയുന്നത് അല്ലേ? ആ വെറൈറ്റി ചെയ്യാൻ അല്ലേ മാം? എണ്ണാൻ പറ്റാത്ത അത്രയും കളക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ മാമിന്റെ ഫേവറേറ്റ് കുറച്ച് വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ? അങ്ങോട്ട് പോവാം. ഇത് പിക്സി എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറിങ് പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ലീവ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഫ്ലവർ വരിക. അത് ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഈ പ്ലാന്റിനെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് 3 കളറുകളുണ്ട് മെയിനായിട്ട്. പിന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ളത് വേറെയുണ്ട്. ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സ് വന്നിട്ട് വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ ഫ്ലവർ നല്ല ഡീപ്പായിട്ടുള്ള കളറാണ് അതിന് പറ്റുന്നത്. പേര് എനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ ഇത് ഒത്തിരി ഡിമാൻഡുള്ള, ഒത്തിരി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് 4 കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം റെഡ്, ഇത് ഫയർ ഓപ്പൽ, ഇത് റൂബി റെഡ്. ഈ കളറാണ് റൂബി റെഡ്. ഇത് ചില്ലി യെല്ലോ. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. അവരത് ഒത്തിരി ഡിമാൻഡ് ചെയ്തിട്ട് വരാറുണ്ട്. ചിലർ മൾട്ടിഗ്രാഫ്റ്റിൽ തന്നെ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇത് മഹാറ എന്ന് പറഞ്ഞ വെറൈറ്റികളിൽ പെട്ടതാണ്. ലീവ്സ് വെരിഗേറ്റഡ് ആയിട്ടുള്ള മഹാറ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റാണ്. ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇതതിൻ്റെ വളരെ ഡിമാൻഡുള്ള വേറൊരു കളറാണ്. അതിനൊത്തിരി ഡിമാൻഡുള്ള കളറാണ് അത്. ഇത് മൊണോലിസ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ തന്നെ യെല്ലോയും ഉണ്ട്. ഈ പ്ലാന്റ് അതുപോലെ കുറച്ചധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ വെറൈറ്റികളെല്ലാം ലോല എന്നാണ് കോമൺ ആയിട്ട് നാട്ടിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ പല ഷെയ്ഡ്സാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ലൈറ്റ് കളറുണ്ട്, ഡാർക്ക് കളറുണ്ട്, മീഡിയം കളറുണ്ട്, പിന്നെ തന്നെ ഇല ചുളുങ്ങിയതുണ്ട്, ഇല നിവർന്നതുണ്ട്. അങ്ങനെ ഒത്തിരി വേരിയേഷൻസ് ഈ സെയിം പ്ലാന്റിൽ തന്നെ വരുന്നുണ്ട്. ഈ ചെടിയും ഒരുപാട് പ്രിയപ്പെട്ടൊരു ചെടിയാണ് ആളുകൾക്ക്. ഇതിൻ്റെ പേര് ബ്ലൂബെറി ഐസ് എന്നാണ്. ഇമ്പോർട്ടഡ് വെറൈറ്റീസിൽ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. നല്ല അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. ഇത് വരുന്നത് തിമ്മ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ് വരിക. യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ള കളറാണ് വരിക. ഇത് ആക്ച്വലി വൈറ്റ് ഫ്ലവർ പിങ്കിലേക്ക് ടേൺ ചെയ്യുന്നതാണ്. വൈറ്റ് ഫ്ലവർ വന്ന് അത് പിങ്കിലേക്ക് ടേൺ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വൈറ്റ് കളറിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ ഒരു നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് വൈറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ പൂക്കൾ. വളരെ ക്ലസ്റ്റർ ചെയ്തിട്ട് പൂക്കളുണ്ടാവും. ഇതിൻ്റെ പേര് ശുഭ്ര എന്നാണ്. ഈ പ്ലാന്റ് ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കളറ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിനുള്ളത്.
അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് ചോദിച്ചു വരുന്നുണ്ട്. ഈ കാണുന്നതാണ്, ഈ സെക്ഷനാണ് 100 രൂപയുടെ ബിഗിനിങ് പോട്ട്സ്. 100 രൂപയാണ് ഈ പോട്ട്സിന് റേറ്റ് വരുന്നത്. ഇതിനകത്ത് സാമാന്യ കളേഴ്സ് എല്ലാം ഉണ്ട്. ഇത് നമ്മളുടെ ഇമ്പോർട്ടഡ് വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റ് ലെയർ ആയിട്ടുള്ള ചെടികളുടെ സെക്ഷനാണ്. ഇതിനകത്ത് വരുന്നത് ഓരോ കളറിനും പേരുകളുണ്ട്. അറിയാവുന്ന പേരുകളൊക്കെ ഞാൻ പറയാം. ഇത് ഫയർ ഓപ്പൽ, ഇത് വീര പിങ്ക്, ഇത് ബിഡാദരി ലിപ്സ്റ്റിക്, ഇത് ചില്ലി യെല്ലോ, ഇത് ഫോർമോസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണെന്നാണ് എൻ്റെ അറിവ്. കറക്റ്റായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ചോക്ലേറ്റ് ബ്രൗൺ, റൂബി റെഡ്, ഇത് ബ്രസ പീച്ച്. ഈ പ്ലാന്റാണ് മൊണോലിസ യെല്ലോ. റെഡ് സെപ്റ്റംബറിനും വയലറ്റ് സെപ്റ്റംബർ ആ കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റാണ്. ഇത് ബ്ലാക്ക് മരിയയുടെ പ്ലാന്റ് വന്നിട്ടുള്ളതാണ്. നമ്മൾ സെയിലിലേക്ക് ഇല്ല, പ്ലാന്റ് എത്തിയിട്ടേ ഉള്ളൂ. ഇത് വീര വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വീര പിങ്ക്, ടാങ്ലോങ് ഓറഞ്ച്, ഇത് സ്പൈഡർ യെല്ലോ, ഇത് സ്പൈഡർ റെഡ്, ഇത് ടാങ്ലോങ് പീച്ച്, സ്പൈഡർ പിങ്ക്, ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി, ഇത് ട്രൈ കളർ. ഇതും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഡബിൾ ഗ്രാഫ്റ്റ്സിൻ്റെ സെക്ഷനാണ്. ഇതിൽ വരുന്നത് പിങ്ക് സ്പ്ലാഷും ഹവായ് വൈറ്റുമാണ് വരുന്നിരിക്കുന്നത്. ഇതൊരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ടാങ്ലോങ് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് റെഡ് ടാങ്ലോങ്ങും പീച്ച് ടാങ്ലോങ്ങും ചേർന്നിട്ടുള്ള ഡബിൾ ഗ്രാഫ്റ്റാണ്. ക്രിസ്റ്റീനയാണ്. ക്രിസ്റ്റീനയും ബ്രസ പീച്ചും കൂടിയിട്ടുള്ള ഒരു ഡബിൾ ഗ്രാഫ്റ്റാണ്. ഇത് നമ്മുടെ ചില്ലി റെഡിൻ്റെ മദർ പ്ലാന്റ്സ് ആണ്. ഈ ചില്ലി റെഡിലാണ് ഞാനൊരു എക്സ്പെരിമെൻറ്റ് ബേസിസിൽ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാനുറിങ് ടെക്നിക്ക് ഉപയോഗിച്ചത്. ഇത് ഞാൻ വാങ്ങിയിട്ട് വന്നപ്പം ഇതിൻ്റെ കമ്പെല്ലാം വളരെ നനുത്തതായിരുന്നു. വളരെ നനുത്ത ചെറിയ കമ്പുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളതിങ്ങനെ വാടി നിൽക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊയൽ കാഷ്ടത്തിൻ്റെ മിക്സ് ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ നമ്മൾ കൊടുത്തു. അപ്പം ഇതിനകത്ത് നല്ല പോലെ ഇലയും പൂവൊക്കെ വന്ന് നല്ലോണം ഫ്ലറിഷ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ കഴിഞ്ഞ് അടുത്ത ഫ്ലവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാം മൊട്ടായിട്ട് വന്നിട്ടേ ഉള്ളൂ. നല്ലൊരു റിസൾട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ ഈ ഫാമിൽ മാക്സിമം ഉപയോഗിക്കുന്നത് മൊയൽ കാഷ്ടത്തിൻ്റെ മിക്സാണ്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ പ്ലാന്റ് വാങ്ങി പോകുന്ന ഒരു കസ്റ്റമർ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. സ്ഥലം ഇവിടെ അടുത്താണോ? ചെറുനെല്ലൂര്. ഇവിടുന്ന് കയറുകൊണ്ടോ? ഓക്കെ, അടുത്താണ്. അപ്പോൾ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ പ്ലാന്റ്. എവിടെ കളക്ഷൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗി. ആര് വന്നാലും കയറി എടുക്കും. അതാണ് പറയാനുള്ളത്. അത്രയും നല്ല സന്തോഷമുള്ള കാര്യം. നമ്മൾ കാലത്തൊക്കെ എനിക്ക് പള്ളി വയ്ക്കുമ്പോൾ ഇതിൻ്റെ അവിടെ പോയി പോകുമ്പോൾ സൂപ്പർ. ആ ദിവസം നല്ല ഫ്രഷ് ആയി പോകും. അതാണ് നമ്മൾ ഇതൊക്കെ വാങ്ങുന്നതിന്റെ കാര്യം. ഞാൻ എന്നും കയറണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നിപ്പോ കുന്നോളത്ത് പോയി വരുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ് ഇന്ന് നിൽക്കാം. അങ്ങനെ കയറി പ്ലാന്റ് എടുത്തു. ഹാപ്പിയായി. ചിരി മുഖത്തുണ്ട് അല്ലേ? ഹാപ്പി അല്ലേ? ഈ പൂക്കളുണ്ടല്ലോ. ഹാപ്പി അല്ലേ? ഈ കാണുന്ന പോലെ ബോഗൻവില്ലകൾ നല്ല ഭംഗിയായി വളരെ തിക്കായി പൂത്ത് നിൽക്കാനായിട്ട് ഉള്ള ടെക്നിക്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ബോഗൻവില്ല പ്ലാന്റ്സിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സൺലൈറ്റ്. ഇവർ വളരെയധികം സൺ ലവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അവർക്ക് സൺലൈറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം തന്നെ അതിൻ്റെ ഫ്ലവറിങ്ങും കളറും എല്ലാം വളരെയധികം മനോഹരമായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ബോഗൻവില്ലകൾക്ക് വളരെ കുറച്ച് വെള്ളമാണ് ആവശ്യമുള്ളത്. വെള്ളം എത്രത്തോളം, അതായത് ആ മണ്ണിനെ ഒന്ന് മോയ്സ്ചറായിട്ട് നിർത്തുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ വെള്ളം കൂടുകയാണെങ്കിൽ അതിൽ ഇലയാണ് കൂടുക. പിന്നെ അതുപോലെ ഫ്ലവർ കുറയുകയും ചെയ്യും. അതാണ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വസ്തുത. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. തൃശ്ശൂരാണ് വീട്. എൻ്റെ പേര് ബിനി എന്നാണ്. ഞങ്ങൾ കുന്നംകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോയിട്ട് ഇതിലെ പാസ് ചെയ്യുമ്പോഴാണ് കണ്ടത്, കടലാസ് പൂന്ന് കണ്ടത്. ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്, കുറേ വെറൈറ്റി ഉണ്ട്.
കളക്ഷൻ ഇഷ്ടപ്പെട്ടു. ഇത്രയധികം വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മാത്രം എക്സ്ക്ലൂസീവായിട്ടൊരു കട കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ കടലാസ് പൂവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചിരുന്നു എല്ലായിടത്തും, എല്ലാത്തിനും. അതെ അതെ അതെ, എൻ്റെ വെറൈറ്റിയും എൻ്റെ പരിപാലനത്തിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അതെ 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 അതെ, 4-5 ചെടി വാങ്ങിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഞങ്ങളിവിടെ 150 എബവ് 150+ വെറൈറ്റീസ് ഇന്ന് കടലാസ് പൂവിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സാർ, ഈ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ഓട്ടത്തിനിടയ്ക്ക് പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ബാധ്യതയൊക്കെ തീർത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ സാർ ഇതിലേക്ക് വന്ന് ഫുൾ ഇപ്പോൾ എൻഗേജ് ആണ്, ഫുൾ സാർ തിരക്കായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? റെസ്റ്റ് വേണ്ടേ നമുക്ക്? അതായത് ഇത് നമ്മൾ പ്രവാസ ജീവിതം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു നിരാശയും അതുപോലെ തന്നെ വല്ലാത്തൊരു ശാരീരിക അസ്വസ്ഥതകളുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഈ ഇതിലേക്ക് വന്നത്. ശരിക്കും ഇത് എൻ്റെ ഒരു സംരംഭമല്ല, വൈഫിന് വേണ്ടി, വൈഫിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ ഫാദർ എന്ന് പറയുന്നൊരു മികച്ചൊരു ഫുട്ബോളറായിരുന്നു. അപ്പോൾ അന്ന് പുള്ളിക്ക് നാട്ടുകാരെല്ലാം കൂടി പട്ടം ചാർത്ത് കൊടുത്ത ഒരു പേരാണ് ചാക്കോളാസ് എന്നുള്ള പേര്. എൻ്റെ ഫാദർ ഒരു എക്സ് മിലിറ്ററിയാണ്, പ്ലസ് ഒരു പ്രവാസിയാണ്. ഫാദറിൻ്റെ ഒരു ചൊല്ലുണ്ട്, നമ്മൾ മരിക്കുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന വളം. ഈ ഫ്ലവർ ഉണ്ടാവാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇത് ഈ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്ലവർ മുഴുവൻ ഈ ഒരു വളത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ളതാണ്. ഞങ്ങൾ എല്ലാ മാസവും 5-ാം തീയതിയാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഈ മാസം 5-ാം തീയതി ഞങ്ങൾ ഇട്ട് കൊടുത്തു, ഇനി അടുത്ത മാസം 5-ാം തീയതി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5-ാം തീയതി ഞങ്ങൾ ഈ 30 ഗ്രാമാണ് ഈ ഇത്ര പോകുന്ന ചട്ടിയിലേക്ക് പോയിട്ട് 30 ഗ്രാം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചട്ടി മണ്ണൊന്ന് നനയ്ക്കുക, 30 ഗ്രാം എടുത്ത് ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. മണ്ണ് ഇളക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ചട്ടി നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ഇതുകൊണ്ട് ഇത് ഇട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇട്ട് കൊടുത്താൽ ചട്ടി ആദ്യം നനയ്ക്കണം. ചട്ടി നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ മുഴുവൻ നിറച്ചും വെള്ളം നിറയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. മണ്ണ് നനയാനുള്ള വെള്ളം മാത്രം കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അടി കൂടെ പോവുള്ളൂ. വളം ഇട്ട് കൊടുക്കുക. പിന്നെ അന്നത്തെ ദിവസം നനയ്ക്കണ്ട, പിന്നത്തെ ദിവസം ഒരു 5 ദിവസം അടുപ്പിച്ച് നനയ്ക്കുക. പിന്നെ 1-2 നനച്ചാൽ മതി. നനയ്ക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് നനയാൻ പാടുള്ളൂ, ചട്ടി നനയ്ക്കുന്ന രീതിയിൽ നനയ്ക്കരുത്. ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ 1-2 നനയ്ക്കുക. 6-ാമത്തെ ദിവസം തൊട്ട് 1-2 നനയ്ക്കുക. ഇതിൻ്റെ വലുതാണത്. എല്ലാം സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതൊക്കെ. ഇത് ആക്ച്വലി ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു. ഞങ്ങളുടെ താമസം ഞങ്ങൾ വിയ്യൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അമലയിൽ വന്നപ്പോൾ ഇതുവഴി ഒന്ന് വന്നതാണ്. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കളക്ഷൻ എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ ധാരാളം സെലക്ഷൻസ് ധാരാളം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ നല്ല വെറൈറ്റീസൊക്കെ ഉണ്ട്. ഈ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടോ? അതെല്ലാം ഫ്ലവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹാപ്പിയാണോ ഇവിടെ വന്നിട്ട്? ഹാപ്പിയാണോ? വെരി ഹാപ്പി, വെരി ഹാപ്പി. ഞങ്ങൾ വൈക്കത്തുള്ളതാണ്. വൈക്കം തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈക്കത്തിന് പോകുന്ന റൂട്ടിലാണ് താമസിക്കുന്നത്, എറണാകുളത്തിനപ്പുറം. ഞങ്ങൾ കൊച്ചിന് ചോറ് കൊടുക്കാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ ഈ കടലാസ് പൂവിൻ്റെ കണ്ടു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് ചെടികളുടെ കളക്ഷൻ വെക്കുന്നതിന് ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോയി വരുന്ന വഴി ഇത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. കണ്ടു വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ചെടി ഞങ്ങൾ 2 പേരും ചെടി നോക്കുന്നവരാണ്. ചെടി ഇഷ്ടമുള്ളവർ. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് മണ്ണ്, ഉമി, കോഴിക്കാഷ്ടം, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി. അത് ചേർത്തിട്ടുള്ള മിക്സിനകത്താണ് നമ്മൾ ഓരോ പ്ലാന്റും പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ ഉമി ഉപയോഗിച്ചത് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചകിരിച്ചോറ് വെച്ചിട്ട് ഉള്ള മിക്സാണ്, സോയിൽ മിക്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ വർഷക്കാലത്ത് അതിൽ ചകിരിച്ചോറ് വാട്ടർ അബ്സോർബിംഗ് ആണ്. അപ്പോൾ അത് വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ ആയിട്ട് ഇല കൂടുതലും പൂ കുറവുമായിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ കുറേ നഴ്സറികളായിട്ടൊക്കെ ഇങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് ഉമി ഒരു ഓൾട്ടർനേറ്റീവാണ്. അങ്ങനെ ഞങ്ങൾ ഉമി ഉപയോഗിച്ചപ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനും അത് നല്ലതാണ്, മണ്ണ് കട്ടയാവുന്നില്ല, ഒപ്പം തന്നെ എയറേഷൻ, റൂട്ട്സിന് എയറേഷൻ നല്ലപോലെ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉമിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉമിയാണ് ഇതിനകത്ത് ചേർത്ത
ഒരു പോട്ടി മിക്സിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. എന്നെപ്പോലെ ഈ ഒരു നേഴ്സറിയിൽ വരുന്ന ആരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രത്തോളം ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക വളം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. സാർ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ പൂവുണ്ടാവാനായിട്ട് ചെയ്യുന്ന വളം പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയിൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ ചേർന്നുള്ള ഒരു മിശ്രിതമാണ്, ഒരു പാക്കറ്റാണ്. അതിൽ നിശ്ചിത ശതമാനം റേഷ്യോയിലാണ് ഞങ്ങൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കപ്പലപ്പിണ്ണാക്കും ചേർത്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് മൊയിൽ കാഷാണ്. അതിന് സബ്സിഡറീസ് ആയിട്ട് ഞങ്ങൾ ഈ മൂന്നും ഞങ്ങൾ ചേർക്കുന്നുണ്ട്. ഈ മൊയിൽ കാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ് കൂടുതലുള്ള സാധനമാണ്. അതായത് പൂവുണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് വേണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ആ അറിവ് വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സക്സസ് ആയി. ഞങ്ങൾ പൂവുണ്ടാവാനായിട്ടൊരു ഇംഗ്ലീഷ് വളം ചേർക്കുന്നില്ല എന്നാണ് സത്യം. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസാണത്. ആ എക്സ്പീരിയൻസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്തു. കസ്റ്റമേഴ്സ് അത് കൊണ്ടുപോയി അവരത് പരീക്ഷിച്ചു. അവരതിൽ നിന്ന് വിജയിച്ചുകൊണ്ട് പിന്നെ വീണ്ടും വന്നിട്ട് അതന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു പോകാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഈ പുറകിൽ കാണുന്ന സാർ ഇതിന് വേണ്ടിയിട്ടൊരു കേസ് തന്നെ അല്ലേ? ഇത് മാത്രമല്ല, വേറെ ഗോഡൗണുണ്ട് ഞങ്ങൾക്ക് ഈ വളത്തിന്റെ. അത് ഇത് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു എന്നല്ല, ഇത് കഴിയുന്നതനുസരിച്ച് സ്റ്റോക്ക് ഇവിടെ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് 1/2 കിലോ ഉണ്ട്, 1 കിലോ ഉണ്ട്, 2.5 കിലോ ഉണ്ട്, 5 കിലോ ഉണ്ട്, 10 കിലോ ഉണ്ട്, വലിയ ബാഗുണ്ട്. അപ്പോൾ ഇത് ഇതിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും അത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ബോഗൺവില്ലയിൽ ഞങ്ങൾ ഇത് ഇട്ടുകൊണ്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അത് മാസത്തിലാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അത് മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇടുന്നുള്ളൂ, ഒറ്റ തവണ. അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസം 5-ാം തീയതിയാണ്. കാരണം അവർക്ക് ആ ഡേറ്റ് മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, ഇനി അവർ ഏതെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ആ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും അവരെ സ്ട്രെസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 5-ാം തീയതി, എല്ലാ മാസം 5-ാം തീയതി ഒരു ചട്ടിക്കനുസരിച്ച് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വളമിട്ട് കൊടുക്കണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഏറ്റവും ചെറിയ ചട്ടിക്ക് 30 ഗ്രാം, അതിന് വലിയ ചട്ടിക്ക് 40 ഗ്രാം, ഏറ്റവും വലിയ ചട്ടിക്ക് 50 ഗ്രാം, അങ്ങനെയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം ചട്ടി നനയ്ക്കണം, അതിലിട്ട് കൊടുക്കണം, അടുത്ത 5 ദിവസം നന്നായി നനയ്ക്കണം. നന്നായി നനയ്ക്കാന്ന് പറയുന്നത് നമ്മുടെ ഈ ആൾക്കാരെ, നമ്മുടെ ഈ കസ്റ്റമേഴ്സിൻ്റെ പല ആൾക്കാരും വിചാരം എന്താണെന്ന് വെച്ചാൽ നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി നിറയെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ നനച്ചാൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 2 തരം, ഇപ്പം ഭയങ്കര ചൂടല്ലേ, കാലത്ത് നനയ്ക്കണം, വൈകുന്നേരം നനയ്ക്കണം എന്നുള്ളതാണ് തെറ്റായ ധാരണയാണ് ഈ ബോഗൺവില്ലയെ സംബന്ധിച്ചിടത്തോളം. ബോഗൺവില്ലയ്ക്ക് എപ്പോഴും ഈവനിങ്ങിൽ മാത്രമേ നനയ്ക്കാൻ പാടുള്ളൂ. അതും മണ്ണ് നനയുന്ന രീതിയിലുള്ള നന മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വളരെ കുറച്ച് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൂവുണ്ടാവില്ല, പകരം ഇല മാത്രം ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പലരും ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞ് ഞങ്ങളുടെ ബോഗൺവില്ലയിൽ ഞങ്ങൾ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂവുണ്ടാവുള്ളൂ, നിങ്ങൾ എന്താണ് ഇതിൽ ചേർക്കുന്നത്? ഞങ്ങൾ ഇടുന്നത് സാധാരണ ജൈവവളം മൊയിൽ കാഷ്ടം മാത്രമാണ്. മൊയിൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതാണ് ഞങ്ങൾ ചേർക്കുന്നത്. നനയ്ക്കാതെ ഒന്നരാടെ ഞങ്ങൾ നനയ്ക്കുന്നുള്ളൂ. ഇനി ഡെയിലി നനയ്ക്കുന്ന ചില സമയങ്ങളുണ്ടാവും, അത്ര ചൂടുണ്ടെങ്കിൽ ഞങ്ങൾ നനയ്ക്കും. പക്ഷെ ഞങ്ങൾ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഒറ്റ ഓടിക്കില്ല, അല്ലാതെ പിടിച്ചു നിന്നുകൊണ്ടുള്ള നനയില്ല. അതെ, പിടിച്ചു വന്നുള്ള നനയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു നന ഞങ്ങൾ ചെയ്യാറില്ല, അത് ഓടിച്ചു വിടും. അതാണ് ഞങ്ങൾ ചെടി. ബോഗൺവില്ലയെ സംബന്ധിച്ചിടത്തോളം ബോഗൺവില്ല വാടുന്നതാണ് ഈ വാടണം. ബോഗൺവില്ല വാടിയാലേ പൂ ധാരാളം ഉണ്ടാവുള്ളൂ. അതായത് വാടാന്ന് പറഞ്ഞാൽ വാടിയ ഉണക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു വാട്ടം. അതായത് പൂവിന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തുകൊണ്ടുള്ള വാട്ടം. അതാണ് ബോഗൺവില്ലയ്ക്ക് എപ്പോഴും നല്ലത്. ധാരാളം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൂക്കില്ല, ഇല മാത്രം കാണിച്ച് വളരും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ സാറിനോട് ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നഴ്സറിയിൽ ഹിഡൻ സീക്രട്ട് ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കുക ഈ ഇത്ര നല്ല രീതിയിൽ പൂക്കുന്നതിനുള്ള വളം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ സാർ? 1 കിലോ 1 കിലോ പാക്കറ്റ്, 1/2 കിലോ, 1 കിലോ, 2.5 കിലോ, 5 കിലോ, 10 കിലോ. പിന്നെ വലിയ ബാഗ് ഉണ്ടല്ലോ, വലിയ ബാഗ് 10 കിലോ വലിയ ബാഗ് ഉണ്ട്, 10 കിലോയുടെ ബാഗ് അല്ലേ? ഓക്കെ, വളരെ കുറഞ്ഞ അളവിൽ 1 മാസത്തിൽ 1 തവണ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമല്ലേ സാർ? നമുക്ക് പ്ലാന്റ്സിന്റെ മാത്രമാണ് ഈ നഴ്സറിയിൽ നിന്ന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ചോദിച്ചു വരുന്ന പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ടതിൽ പ്ലാന്റ്സ് എടുക്കുന്നുണ്ട് ആൾക്കാർ, അതുപോലെ വളം എടുത്ത് പോകുന്നുണ്ട്, ചോദിച്ചു വാങ്ങിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരാളെയും ഇത് നിർബന്ധിക്കാറില്ല, ഇത് ഇട്ടോളണം അല്ലെങ്കിൽ ഇത് അങ്ങനെ നിർബന്ധിക്കും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3.5 വർഷത്തെ ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ഒളിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് കൂടി ചെയ്യുന്നില്ല. പല ആൾക്കാരും വിചാരം എന്താ വെച്ചാൽ ഇവിടെ വെറുതെ വന്ന് ഇരിക്കാൻ പറ്റുമോ? വേറൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ആൾക്കാർക്ക് ഇവിടെ വന്ന് വെറുതെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ, വെറുതെ കാണാൻ പറ്റുമോ? ഞങ്ങൾ ഒരു തരത്തിലും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് വരാം, വന്ന് കണ്ട് കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങൾ അവരെന്നൊക്കെ എൻ്റർടൈൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ
ഞങ്ങൾ ഒന്നിനും ഒരു റെസ്ട്രിക്ഷനും ഇത് വെച്ചില്ല. സമയം റെസ്ട്രിക്റ്റഡാണ്. കാലത്ത് 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഞങ്ങളുടെ സമയം ഞങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പിന്നെ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഞങ്ങൾ തുറക്കുള്ളൂ. 3 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്രീഡം നമ്മൾ എപ്പോഴും എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകണം, പല കാര്യങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 3 മണി വരെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും. 3 മണിക്ക് ശേഷം 6 മണി വരെ ഞങ്ങളിവിടെ അവൈലബിൾ ആണ്. സാർ, ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കസ്റ്റമർ വന്ന് വാങ്ങി പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കൂടെ ഉൾപ്പെടുത്തിട്ടല്ലോ. ഉൾപ്പെടുത്തിക്കോട്ടെ? അതിന് ധൈര്യമായിട്ട് ഉൾപ്പെടുത്തിക്കോളൂ. നോ പ്രോബ്ലം. ജെന്യുയിൻ ഫീഡ്ബാക്ക്. അല്ല, അവർ പറയുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത് നമ്മളിപ്പോൾ നല്ലതാണോ പൊട്ടയാണെന്നുള്ളതല്ല. നെഗറ്റീവ് ആൾക്കാർ നമ്മളോട് പറഞ്ഞാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ അറിയണം. അതെ, ഇതിപ്പോൾ പോസിറ്റീവ് മാത്രം പറയുന്ന ആൾക്കാർ റിപ്ലൈ നമ്മൾ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ല, അത് എങ്ങനെ തിരുത്തണം എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എല്ലാവരും പറയുന്നത് ആരാണ് നെഗറ്റീവ് പറയുന്നത് അത് നമ്മുടെ ചെവിയിലെത്തിയാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഈ വെയിൽ തുടങ്ങിയ സമയത്ത് ഇവിടെ കുട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു, ഒരു കുട ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ കൈപിടിച്ച് പോവായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കുക, തണലത്ത് നിൽക്കുകയാണ്, അവരങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്താ പോകുന്നത്, കുടയിലാണ്ട് എങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഞാൻ ഉടനെ തന്നെ കാറെടുത്ത് പോയി 5 കുട ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവരെ ഓരോരുത്തർക്കും, പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം കുട കൊടുക്കാൻ തുടങ്ങി. കുട എടുത്തിട്ട് പോവാം. കാരണം വെച്ചാൽ അപ്പം അവർക്ക് അത് എൻജോയ് ചെയ്ത് ചെടികൾ കാണാനും ഒരുപാട് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ചെല്ലുക, കിട്ടിയെടുത്തിട്ട് ഓടുക എന്നുള്ളതാണ്. അത് വേണ്ട. നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ സാവധാനം സെലക്ട് ചെയ്ത് എടുത്ത് പോയാൽ മതി. ഇനി ഇവിടെ കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് ഈ ചെടി വേണ്ട, നോ പ്രോബ്ലം, തിരിച്ചു വെച്ചോളൂ. നമുക്ക് ഒരു തരത്തിലും നിർബന്ധം അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലേ തിരിച്ചെങ്ങനെയാ വേണ്ടാന്ന് പറയാ, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഓപ്പൺ മൈൻഡഡാണ്. അതുപോലെ കസ്റ്റമറും ഞങ്ങളോട് ഓപ്പൺ മൈൻഡഡ് ആവുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ സാർ, നമ്മുടെ ചാനൽ കാണുന്ന കൂടുതലും കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. അവരെന്തായാലും ഈ ഒരു നേഴ്സറിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം വിഷ്വൽ കണ്ടിട്ട് എന്തായാലും വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൺസെഷൻ അത് നമുക്ക് ഞങ്ങൾ ഓൾറെഡി ഇതിലുള്ളൊരു ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് റേറ്റിലും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ഥലമാണ്, ഇതിന് വാടക കൊടുക്കണ്ട. അപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ മൈനസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും വിട്ട് നമ്മളിപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിച്ചു, ഒരു ചട്ടി വാങ്ങിച്ചവർക്ക് 2 ചട്ടി വാങ്ങിച്ചവർക്ക് നമുക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിന് മേലെ വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ ചാനലിന്റെ പേര് പറയുക, കൃഷിമിത്ര എന്ന് പറയുക. എന്തായാലും ഡിസ്കൗണ്ട് സാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും, അത് ഉറപ്പാണ്. പറഞ്ഞാൽ മതി. അപ്പോൾ സാർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ? ഇതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ബോഗൺവില്ല ഒരു പരിചരണവും അധികം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയുന്നതാണ്. ആർക്കും ആരുടെ വീട്ടിലും വെക്കാം. ഇത് നവംബർ തൊട്ട് മെയ് മാസം വരെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. വേനൽക്കാലത്ത് ഇതേപോലെ പൂക്കുന്ന വേറൊരു ചെടി ഉണ്ടാവായിരിക്കാം. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, വേറെ ഇത്രയധികം പൂക്കുന്ന വേറെ ചെടി ഉണ്ടാവുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓരോ വീട്ടിലും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ടെറസിൻ്റെ മുകളിലൊക്കെ പലരുടെ വീടുകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനധികം പരിചരണം വേണ്ട, വെള്ളം നനയ്ക്കണ്ട, നമ്മൾ 24 മണിക്കൂറും അതിൻ്റെ കടക്കിൽ നിൽക്കണ്ട, നോക്കണ്ട. നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ അതെ, ഇനിയിപ്പോൾ നമുക്ക് നനയ്ക്കാൻ ആളില്ല, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ച് ഒരു തിരി ഇട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിന് വെള്ളം അതിനായി. ഒരു 1 ലിറ്ററിൻ്റെ വെള്ളം, ഒരു ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി എടുക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക, ആ കുപ്പിയുടെ അടപ്പിന് ഒരു ഓട്ട തുളയ്ക്കുക, ഒരു തിരി ഇടുക, അത്രേ വേണ്ടു. അത് ആ പോട്ടിൽ ഇറക്കി വെക്കുക, ജസ്റ്റ് പോട്ടിലിടുക, കഴിഞ്ഞു. നമ്മൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വന്നാലും ആ ചെടി പോവില്ല, വെള്ളം ആവശ്യത്തിന് കിട്ടി. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം. അത് ഞങ്ങൾ മറ്റുള്ളവർക്ക് അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം മാത്രം. ഒരു ചെടിയെങ്കിലും ഒരാൾ വാങ്ങി വെക്കുക. അതെ. ചെടി എപ്പോഴും വീടിൻ്റെ ഒരു ഐശ്വര്യമാണ്. അത് ഇന്ന ചെടി എന്നല്ല, ഏത് ചെടിയായാലും ചെടി വീടിൻ്റെ ഒരു ഐശ്വര്യമാണ്. അത് നമുക്ക് എത്ര മെൻ്റൽ ടെൻഷൻ ഉണ്ടെങ്കിലും ചെടിയുടെ അടുത്ത് പോയി ഒരു 10 മിനിറ്റ് ഇരുന്ന് അതിന് ശുശ്രൂഷിച്ച് അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി ഇലയൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ പഴുത്ത ഇലയൊക്കെ പറിച്ച് കളഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ ചെടികൾ എപ്പോഴും
കൃഷി എന്ന് പറയുന്നത് തന്നെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം നൽകുന്ന ഒരു സാധനമാണ്. ഏത് കൃഷി ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാൾ ഉപരി ഏത് ചെടിയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ അതിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയവും നമ്മുടെ വിചാരങ്ങളും മുഴുകിയാൽ നമ്മുടെ പകുതി നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കുറയും, നമ്മുടെ ആരോഗ്യത്തിന് റിലാക്സ് ആവും, നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും. പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്ന ഒരാളുടെ ജെന്യുവനായിട്ടുള്ള അനുഭവമാണ് ഈ കേട്ടത്. സാറിൻ്റെ സംസാരത്തിലുണ്ട് സാർ പറയുന്നതിൻ്റെ എല്ലാ ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ നഴ്സറി വിസിറ്റ് ചെയ്യാൻ നോക്കുക, സാറിനൊന്ന് വിസിറ്റ് ചെയ്യുക. കുറച്ചുകൂടെ എനിക്ക് മുതലമടയിൽ മാവുന്തോട്ടമുണ്ട്. ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെയാണ് റിലാക്സ് ചെയ്തിരുന്നത്. 10 ഏക്കർ മാവുന്തോട്ടം ഫുള്ള് മാവാണ്. അതിപ്പോൾ സീസൺ കഴിഞ്ഞപ്പോൾ ഇന്നലെ മാങ്ങ പൊട്ടിച്ച് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നു. ഞാൻ അടുത്ത സീസൺ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക്. മുതലമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മാവുന്തോട്ടം നിൽക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ അത് അവിടെ ചെന്നാലേ അതിൻ്റെ എക്സ്പീരിയൻസ്. നെല്ലിയാമ്പതി മലയുടെ താഴെയാണത്. അപ്പം ഭയങ്കര ഒരു വൈബാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലേ. നല്ല പാലക്കാട് നിന്ന് ഭയങ്കര ചൂടാ. പക്ഷെ നമ്മുടെ തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കുളിർമയാണ്, നല്ല സുഖം. അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. അത്രയും ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അവിടെയായിരുന്നു ഞങ്ങൾ റിലാക്സേഷൻ. 24 hours ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയായിരുന്നു ഞങ്ങൾ നിന്നായിരുന്നു. അവിടെ ചെറിയ കൊച്ചു വീടുണ്ട്, അതിൽ താമസിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, ഇങ്ങോട്ട് പോരും, ഇങ്ങനെയായിരുന്നു. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു രീതിയാണ്, അല്ല ഒരു എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ തീർച്ചയായും. അതെ അതെ. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പോട്ടി മിക്സ് ആണ്. ഇതിനകത്ത് മണ്ണ്, ഉമി, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് നിറഞ്ഞിട്ടുള്ള മിക്സാണ് നമ്മൾ ഓരോ ചെടിച്ചട്ടികളിലും നിറച്ചിരിക്കുന്നത്. ഇനി ചെടിച്ചട്ടികൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഇതിൻ്റെ ഈ ഹോൾസ് എല്ലാം ഓപ്പൺ അല്ലേ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നിറയ്ക്കുക എന്നുള്ളത് കാണിക്കാം. ഇതിനകത്ത് ആദ്യം നമ്മൾ ഇതിനകത്തുള്ള കുറച്ച് വലിയ കല്ല് പോലെയുള്ളത് നിറയ്ക്കുകയാണ്. കാരണം എന്നാൽ മാത്രമാണ് അവിടെ വെള്ളം പോവാനുള്ള ആ ഒരു ഈസി ആയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ആദ്യം ചെറിയ കല്ലുകൾ പോലെയുള്ള ഇതിൻ്റെ ഭാഗം, ഈ സോയിൽ മിക്സിലുള്ള കല്ലുകൾ തന്നെയാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. ഈ ആയിട്ടാണ് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ ആ ഹോൾസ് അടയുകയില്ല, കുറച്ച് കട്ടിയായിട്ട് അവിടെ കെടുക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഈ സോയിൽ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തത് നിറയ്ക്കും. നമ്മൾ ഈ സോയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂട്ടി വെക്കുകയാണ് ചെയ്യുക. അതിനകത്ത് ഒരു ചൂടുണ്ട്. ഈ കോഴിക്കാഷ്ടവും എല്ലുപൊടിക്കൊക്കെ ചൂടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് ആറുന്ന വരെ നമ്മൾ ആ മിക്സിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ചെടികളിൽ നിറയ്ക്കുന്നത്. അതായത് നമ്മൾ ഈ മിക്സ് എല്ലാം ചെയ്തിട്ട് കുറച്ച് ദിവസം അവിടെ കൂട്ടി വെച്ചതിന് ശേഷമാണ് അത് നിറയ്ക്കുന്നത്. ഇനി അത് മണ്ണും ഈ മിക്സ് പോട്ടി മിക്സ് നമ്മൾ അതിനകത്ത് നിറയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയെ എങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ടെക്നിക്സാണ്. ഈ മിക്സ് നമ്മൾ കൂട്ടി വയ്ക്കുന്ന ആ 2 ദിവസവും നമ്മൾ ആ ചെടിക്ക് വെള്ളം കൊടുക്കില്ല. അപ്പോൾ ആ മണ്ണും അതിൻ്റെ വേരും കൂടെ കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും. ഇനി എങ്ങനെയാണ് ആ പോട്ടിൽ നിന്ന് അത് റിമൂവ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ വിരലിനകത്തേക്ക് ചെടിയെ കടത്തി വെച്ച് ചെടിച്ചട്ടി തിരിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഒരു വേര് പോലും പൊട്ടാതെ കൃത്യമായിട്ട് നമ്മളുടെ കയ്യിലേക്ക് അതിനെ കിട്ടും. ഇനി നമുക്കതിനകത്ത് വേര് കൂടുതലാണെങ്കിൽ കുറച്ച് അടിഭാഗത്തുനിന്ന് മാത്രം കുറച്ച് മണ്ണ് മാറ്റിക്കളയാം. ഇനി ഇത് വലിയ ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും പോട്ടി മിക്സ് നിറയ്ക്കാം. ചെടി വെച്ചതിന് ശേഷം നമുക്കിനി വീണ്ടും പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മതി മതി. ഇപ്പം നമ്മളുടെ റീപോർട്ടിങ് കംപ്ലീറ്റായി. ഇനി ഇതിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ദിവസം പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കാം.
കാരണം ഒരു ട്രാൻസ്ഫറിങ് ഷോക്ക് ഉണ്ടാവും എല്ലാ ചെടികളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതിനൊരു പാർഷ്യലായിട്ട് ഷെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു കുറച്ച് 2 ദിവസം മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് സൺലൈറ്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചും വയ്ക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ ചെറിയ ചെടീനെ നമ്മളെങ്ങനെ പല സ്റ്റേജുകളിലൂടെ വളരെ വലിയ ഒരു ചെടിയാക്കി നല്ല ഫ്ലവറാക്കി നിർത്തുന്നത് എന്നുള്ളത് പറയാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചെറിയ ചെടീനെ വലുതാക്കാനുള്ള ആദ്യത്തെ ടെക്നിക്ക് നമ്മൾ ഇതിൻ്റെ എല്ലാ ടിപ്സും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് എപ്പോഴായാലും എപ്പോൾ നമ്മളതിനെ ഇങ്ങനെ തളിരിലകൾ കാണുന്നു അത് നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾക്ക് വരുന്ന അടുത്ത ബ്രാഞ്ചിങ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരിക. പൂക്കളായാലും ബ്രാഞ്ചസ് ആയാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അടുത്ത ലെവലിൽ അത് വളരെ പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അത് വളരെ ബുഷിയായി നിറയെ പൂക്കളുള്ള ചെടിയായി മാറും. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റീപോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായ ചട്ടീനേക്കാളും അതിലും മുകളിലുള്ള പോട്ടിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ ചെടിയുടെ ഗ്രോത്ത് കുറച്ചധികം കൂടുതലായിരിക്കും. ഒപ്പം തന്നെ അതിൻ്റെ ഫ്ലവറിങ്ങും അതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി കൂടുതലായിട്ട് കിട്ടും. ഈ ചെടിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് കാണാം. ഈ കളറിനേക്കാളും ഡള്ളായിട്ടുള്ള കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന കളർ ഡള്ളാവാനുണ്ടായ കാരണം ഈ ചെടികൾ കൂടിയിരുന്നപ്പോൾ ഇവിടെ സൺലൈറ്റ് കുറവായിരുന്നു. സൺലൈറ്റ് കുറയുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് മങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫുൾ സൺലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ആ പൂക്കളെ കിട്ടുന്നത്. ബോഗൻവില്ല 2 തരത്തിലും നമുക്ക് വളർത്താനായിട്ട് പറ്റും. ചട്ടികളിലും വളർത്താം, നിലത്ത് വെച്ചിട്ടും വളർത്താം. നിലത്ത് വെച്ച് വളർത്തുമ്പോൾ അതിൻ്റെ മുകളിലുള്ള നമ്മളുടെ ഹോൾഡ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെ വെട്ടി നിർത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. അതായത് അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ അവരങ്ങ് വളർന്നു വരും. അപ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫ്രീക്വൻസി കൂട്ടേണ്ടി വരും. ചട്ടീനകത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡി ആയിരിക്കും. അത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് സൈഡുള്ളത് നിലത്ത് വെക്കുന്ന ചെടീനെ നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മാന്യൂറിങ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ പോട്ടിൽ വെക്കുന്ന ചെടികൾ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ ചട്ടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് റീപോർട്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ഡിഫിക്കൽട്ടിയാണ് പോട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ഉണ്ടാവണേ. നിലത്ത് വളർത്തുമ്പോൾ അതിനെ നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട, അതങ്ങനെ വളരും. അപ്പോൾ നമുക്ക് മാന്യൂറിങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ചെടിയുടെ ഈ തളിരിലകൾ നുള്ളുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എല്ലാ സമയത്തും നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ കാണുന്ന തളിരിലകൾ നുള്ളുകയാണെങ്കിൽ കൂടുതൽ അതിൽ ബ്രാഞ്ചസും പൂക്കളൊക്കെ ഉണ്ടാവും. അതേസമയം നമുക്ക് ആനുവലായിട്ടൊരു മെയിൻ്റനൻസ് എല്ലാ ചെടികൾക്കും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത മാസം ഓഗസ്റ്റ് സെപ്റ്റംബറാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമുക്ക് മഴ കുറഞ്ഞു, കാലവർഷം കഴിഞ്ഞ് മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ വെയിലിന് ഭയങ്കര കടുപ്പമുണ്ടാവില്ല, കാറ്റും കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് കുറച്ചും കൂടി നല്ല ഗ്രോത്തും ആ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതാണ് ആ മാസങ്ങളിൽ റീപോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബറാണ് റീപോർട്ടിങ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ പ്രൂണിങ് ചെയ്യണം. അതായത് എത്ര ഹൈറ്റാണ് നമുക്ക് പോട്ടിൽ വെച്ചിട്ടുള്ള ചെടികളായാലും നിലത്ത് വെച്ചിട്ടുള്ള ചെടികളായാലും നമുക്ക് എത്ര ഹൈറ്റ് വേണോ ആ ഹൈറ്റിൽ വെച്ചിട്ട് ഡീപ്പായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ ഷേപ്പായി അല്ലെങ്കിൽ ഡിസൈൻഡായിട്ട് നമുക്ക് അവരെ വളർത്താനായിട്ട് പറ്റുക. അല്ല നമുക്ക് പടർത്താനാണെങ്കിൽ ഈ പ്രൂണിങ് കുറച്ചാൽ മതി, അത് വള്ളിയായിട്ട് മേലേക്ക് പോയി പടരും. ഇവർക്ക് പടരാനുള്ള ഒരു ടെൻഡൻസി ഓൾറെഡി ഉള്ളതാണ്. എല്ലാ വെറൈറ്റികളും പടർന്നില്ലെങ്കിലും ഒരുവിധം എല്ലാ ബോഗൻവില്ലകൾക്കും പടർന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ചെടികളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂണിങ് കുറയ്ക്കുമ്പോൾ അത് പടർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതിലെ പൂക്കൾ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗവും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവാനുള്ള ഇനീസിയേഷൻ ഉണ്ടാവുക കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ? അത്രത്തോളം കളക്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് കേരളത്തിൽ മറ്റെങ്ങും കിട്ടാത്ത അത്രയും കളക്ഷനാണ് മാമിൻ്റെ ഈ ഒരു കളക്ഷനിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോഗൻവില്ല വേണമെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു നേഴ്സറിയിൽ വരിക. മാം, നിലവിൽ ഡെലിവറി സൗകര്യം ഇല്ലല്ലോ?
ഇല്ല, ഓൺലൈൻ തുടങ്ങിയിട്ടില്ല. ഹസ്ബൻഡ് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ഓൺലൈൻ ഡെലിവറി സൗകര്യം സാധ്യമല്ല. നേരിട്ട് നിങ്ങൾ ഈ ഒരു നേഴ്സറിയുടെ ലൊക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ വരാൻ, തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റികളും മിതമായ റേറ്റിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ബോഗൺവില്ലയുടെ വെറൈറ്റികൾ കളക്ട് ചെയ്യുന്ന ക്രേസുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്ത അത്രയും കളക്ഷൻസ് ഈ ഒരു നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നതൊക്കെ. കൂടാതെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ബോഗൺവില്ലയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാമിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാനായാലും സംശയങ്ങൾ തീർക്കാനായാലും ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ പോരെ? ഫോൺ കോൾസ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഡേയുടെ എൻഡിൽ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ മാമിൻ്റെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. വാങ്ങാനായാലും ലൊക്കേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കായാലും എന്ത് കാര്യങ്ങൾക്കായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നേഴ്സറിയുടെ വിശേഷങ്ങൾ. മാമിന് വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ചെടികളെ സ്നേഹിക്കുക. ഇത് ഒരുപാട് മാനസികമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഗാർഡനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ പറയുക, പരിസരം തന്നെ മറക്കും എന്ന് പറയുന്നതാണ് സത്യം. അതെ, എൻഗേജ്ഡ് ആണ്. മനസ്സ് വളരെ റിഫ്രഷിങ് ആവുന്ന ഒരു ഹോബിയാണ് ഗാർഡനിങ്. അപ്പോൾ എന്തെങ്കിലും ചെടികൾ, ബോഗൺവില്ല മാത്രമല്ല ഏത് ചെടിയായാലും കുഴപ്പമില്ല, എപ്പോഴും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളും ഒത്തിരി റിഫ്രഷ്ഡ് ആവും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം. മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ.